അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഗേൾസ് ട്രിപ്പ് ഫൂക്കോക്കിലേക്ക് ഡിസൈഡ് ചെയ്ത് നമ്മൾ ഫൂക്കോക്കിൽ ലാൻഡ് ചെയ്തു കേട്ടോ. ഫൂക്കോക്ക് എന്ന് പറഞ്ഞൊരു അടിപൊളി സ്ഥലമാണ്. വിയറ്റ്നാമിലെ ഒരു വിസ ഫ്രീ ഐലൻഡാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തിയിട്ട് എയർപോർട്ടിൽ നിന്ന് നമുക്ക് ബസ് പിക്കപ്പ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു. എന്നിട്ട് ബസ്സിൽ ഞങ്ങൾ പോയി ഗ്രാൻഡ് വേൾഡിലുള്ള വിൻ ഹോളിഡേ ഫിയസ്റ്റ എന്ന് പറഞ്ഞാൽ ഒരു കിഡിലൻ 4-സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. അവിടെ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവരിങ്ങനെ ഫുള്ള് നമ്മളെ ഫേസ് ഐ ഡി ഒക്കെ സ്കാൻ ചെയ്യും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാത്തിനും ആ ഫേസ് ഐ ഡിയാണ് സ്കാൻ ചെയ്യുക. അല്ലാതെ നമുക്കിങ്ങനെ കൂപ്പണോ അങ്ങനെ കാർഡോ ഒന്നും വേണ്ട. ഫുൾ ഫേസ് ഐ ഡി സ്കാനിങ് ആണ് കേട്ടോ. എല്ലായിടത്തും എൻ്റർ ചെയ്യണമെങ്കിലും ഫേസ് ഐ ഡി ആണ്. ഇങ്ങനെ നമ്മൾ എല്ലാവരും പോയി ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്ത് ഈവനിങ്ങിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് തൊട്ടടുത്ത് നമുക്ക് നടന്ന് പോകാൻ പറ്റിയ ദൂരത്തുള്ള ഈ ഗ്രാൻഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ് കേട്ടോ. ഒരുപാട് അടിപൊളി സാധനങ്ങളുണ്ട് അവിടെ കാണാൻ. നല്ല കിഡിലൻ ഐസ്ക്രീമും കിട്ടും. പിന്നെ നമ്മൾ വെനീസിലൊക്കെ പോയ പോലത്തെ ഒരു ബോട്ട് സഫാരി ഉണ്ട് കേട്ടോ. നല്ല കിഡിലൻ ബോട്ട് സഫാരിയാണ്. വൈകുന്നേരം ആയാലും ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. ഏരിയ ഫുള്ള് കേട്ടോ. കംപ്ലീറ്റ് ലൈറ്റഡ് ആണ്. നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഫൂക്കോക്ക് എല്ലാവരും കാണണം കേട്ടോ. വിയറ്റ്നാമിൽ നമ്മളെല്ലാവരും സാധാരണ വിയറ്റ്നാമിൽ പോകുമ്പോൾ ഹാനോയ് ഹോച്ചിമിനൊക്കെ മാത്രമേ കാണുള്ളൂ. ഈ ഫൂക്കോക്ക് സാധാരണ പോകാറില്ല. ഫൂക്കോക്കിലേക്ക് പോകാൻ നമുക്ക് നല്ല എളുപ്പമാണ്. കോഴിക്കോട്ട് നിന്ന് പോവുകയാണെങ്കിൽ ഡയറക്റ്റ്ലി മലേഷ്യ വഴി ഫ്ലൈറ്റ് ഉണ്ട്. നമുക്ക് മെയിൻലാൻഡ് വിയറ്റ്നാമിൽ കയറാണ്ട് തന്നെ വിസ എടുക്കാണ്ട് നമുക്ക് ഫൂക്കോക്കിൽ പോവാം. മെയിൻലാൻഡ് വിയറ്റ്നാം വഴിയാണ് പോകുന്നതെങ്കിൽ നമുക്ക് വിസ എടുക്കണം കേട്ടോ. ഡയറക്റ്റ്ലി ഫൂക്കോക്കിൽ എൻട്രി ചെയ്യാണ് വേറൊരു ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷനിലെങ്കിൽ നമുക്ക് വിസ വേണ്ട. അങ്ങനെ ഞങ്ങൾ വിസയൊന്നും എടുക്കാണ്ടാണ് ഫൂക്കോക്കിൽ പോയത് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ഈ വെനീസ് ലൈക്ക് ബോട്ടിൽ, ഈ വെനീസിലെ ഉള്ള ബോട്ട് സഫാരി പോലത്തെ ആ ബോട്ടിൽ കയറി പോകുക കേട്ടോ. സംഭവം നല്ല രസമാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേ തുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ നടക്കാൻ നമുക്ക് ക്ഷീണം, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ തുക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ഓട്ടോറിക്ഷ പോലെയാണ്. നമ്മളെ നാട്ടിലെ ഓട്ടോറിക്ഷ പോലെ വിയറ്റ്നാമിലും തായ്ലാൻഡിലൊക്കെ ഉള്ള ഈ ചെറിയ വണ്ടിക്ക് പറയുന്ന പേരാട്ടോ ഈ തുക്ക്. അതിൽ കയറിയിട്ട് വേണം ഈ ഗ്രാൻഡ് വേൾഡ് ഫുള്ള് കറങ്ങി കാണാം കേട്ടോ. അവിടെ ഇങ്ങനെ കുറേ ബാമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ബാംബു ലെജൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല രസമുള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഈ വെനീസ് വാട്ടർ ടാക്സി. പിന്നെ അതിലിങ്ങനെ പോകുമ്പോൾ അതിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സൈഡിൽ ഒരാൾ നിന്നിങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കോക്കനട്ട് ഐസ്ക്രീം ശരിക്കും വിയറ്റ്നാമിൽ ഭയങ്കര ഫേമസ് ആണ്. ഇയാളിങ്ങനെ ഫ്രഷ് മിൽക്കും പിന്നെ ഫ്രഷായിട്ട് തേങ്ങയൊക്കെ ഇങ്ങനെ വെട്ടി ഐസ്ക്രീം ഉണ്ടാക്കുക. റോൾ ഐസ്ക്രീമാണ് കേട്ടോ. ഇങ്ങനെ പരത്തി ഐസിൻ്റെ ആ വലിയ ഷീറ്റിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പരത്തി റോളാക്കിയിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ നല്ല ഫ്രഷ് കോക്കനട്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അവസാനം അയാൾ സെർവ് ചെയ്യുന്നതും ആ കോക്കനട്ടിൻ്റെ തുണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കോൺഫ്ലേക്സും ചോക്ലേറ്റ് ചിപ്സും ഒക്കെ ഇട്ട് തരും കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റാണ് സംഭവം. ആദ്യം തന്നെ ഈ തേങ്ങ വെട്ടുമ്പോൾ തന്നെ നമുക്ക് ആ അവർ തേങ്ങയുടെ വെള്ളമൊക്കെ കേട്ടോ കുടിക്കാനും തരും. അതുകൊണ്ട് തന്നെ നമ്മളെ ക്യൂവിലുള്ള ദാഹവും ക്ഷീണമൊക്കെ മാറി. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഈ കോക്കനട്ട് ഐസ്ക്രീം കേട്ടോ. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടേണായി. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റൊക്കെ എടുത്തിരുന്നു, എന്നിട്ടും ക്യൂ ഉണ്ട് കേട്ടോ. ഓൺലൈനായിട്ട് ക്ലൂക്കിലും ഹെഡ് ഔട്ടിലും ഒക്കെ നമുക്ക് ടിക്കറ്റ് കിട്ടും. അഗോദയിലും ഒക്കെ കിട്ടും കേട്ടോ. ട്രിപ്പ് അഡ്വൈസറിലും ഏതെങ്കിലും ഒരു ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ നല്ലത്. ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് QR കോഡ് സ്കാൻ ചെയ്ത് കയറാൻ തന്നെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. ഒരു അരമണിക്കൂറോളം നമുക്ക് എന്തായാലും വൈകുന്നേരം നേരത്തൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ ആ വെനീസ് ബോട്ടിലൊക്കെ കയറി അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇഷ്ടം പോലെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. സൈഡിൽ നിറയെ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഏത് വേണമെങ്കിലും നമുക്ക് ഏത് ഫിഷിനെ കാണിച്ചു കൊടുത്താലും അവരെടുത്ത് ഗ്രില്ല് ചെയ്തും ഫ്രൈ ചെയ്തും ഒക്കെ തരും കേട്ടോ. അങ്ങനെ ഒരുപാട് ഫ്രൈഡ് റൈസും കുറേ വിയറ്റ്നാമീസ് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ഫുഡ് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൻ്റെ കണ്ട വലിയ പ്രോൺസൊക്കെ, ഭയങ്കര കിങ് പ്രോൺസും ക്രാബ്സും ഒക്കെ നിറയെ ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ ലൈവായിട്ട് കിടക്കുകയാണ്. ഏതാ വേണ്ടതെന്ന് കാണിച്ചു കൊടുത്താൽ അവരപ്പം എടുത്തിട്ട് നമുക്ക് റെഡിയാക്കി തരും കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ കുട്ടി ട്രെയിനൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതാണ് പിന്നെ ഫേമസ് ആയിട്ടുള്ള ബാംബു ലെജൻഡ്. നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ അവിടെ നിന്നൊക്കെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലേക്ക് പോയി കിടന്നു കേട്ടോ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പോവാണ്. നമ്മൾ ഫേസ് ഐ ഡി ഒക്കെ സ്കാൻ ചെയ്ത് ഓരോരുത്തരുടെയും ഫേസ് ഐ ഡി ഒക്കെ സ്കാൻ ചെയ്തിട്ട് അവരിങ്ങനെ നമ്മളെ റെസ്റ്റോറൻറ്റിലേക്ക് കയറ്റും കേട്ടോ. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമ്മുടെ വിൻ ഹോളിഡേ ഫിയസ്റ്റയിൽ. നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്. ഫുള്ള് നല്ല ലൈറ്റഡും ഒരു പ്രത്യേക ലൈറ്റ്സൊക്കെ റൂഫിൽ നിന്ന് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ള ഭയങ്കര ആംബിയൻസാണ്. നല്ല ആംബിയൻസുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ്. 2 ഏരിയ ഫുള്ളുണ്ട് കേട്ടോ. ഇത് തന്നെ കുറേ സാലഡ്സും കുറേ ഹാമും അങ്ങനത്തെ കുറേ ചോക്ലേറ്റ് സിറപ്സ്, പിന്നെ ബ്രെഡ് സ്റ്റേഷനാണ്. വീറ്റ് ബ്രെഡും കുറേ ക്രോയ്സോൺസും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ പാൻ കേക്ക്സ് ഉണ്ട്. പിന്നെ കുറേ വൈറ്റ് ബ്രെഡും ബ്രൗൺ ബ്രെഡും. ഇനി ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യേണ്ടവർക്ക് ടോസ്റ്റ് ചെയ്ത് കഴിക്കാം. പിന്നെ ഒരുപാട് തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഫ്രഷ് ഫ്രൂട്ട്സ്, പൈനാപ്പിളും ബനാനയും
പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഇന്ത്യൻ ഐറ്റംസും ഉണ്ട്, കുറേ വിയറ്റ്നാമീസ് ഐറ്റംസും ഉണ്ട്. നല്ല പ്ലെയിൻ റൈസും നൂഡിൽസുമാണ് തോന്നുന്നു. ബ്രേക്ക്ഫാസ്റ്റ് മുതൽ വിയറ്റ്നാമിലും തായ്ലാൻഡിലും പോയാൽ എന്നും ഉണ്ടാവും കേട്ടോ. പിന്നെ അവരുടെ സ്റ്റിക്കി റൈസ്, ഇത് ലോട്ടസ് സീഡൊക്കെ ഇട്ടിട്ടുള്ള സ്റ്റിക്കി റൈസാണ്. അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ലോട്ടസ് സീഡൊക്കെ ഇട്ടിട്ടുള്ള സ്റ്റിക്കി റൈസ്. പിന്നെ ഈ ബേക്ക്ഡ് ടൊമാറ്റോസ്, അതെവിടെ പോയാലും ഉണ്ടാവും. ബോയിൽഡ് എഗ്. പിന്നെ ഈ പോർക്കൊക്കെ ഇവർക്ക് ഭയങ്കര ഫേമസ് ആണ് തോന്നുന്നു. ഇവരൊക്കെ ഒരുപാട് പേര് വിയറ്റ്നാമിൽ എവിടെ പോയാലും കാണാം പോർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ കുറേ സ്ഥലങ്ങളിൽ കാണും. പിന്നെ ഇങ്ങനെ കുറേ സൂപ്പ് കേട്ടോ, നൂഡിൽ സൂപ്പ്, ബീഫ് നൂഡിൽ സൂപ്പ് ഉണ്ട്. അതിലേക്കുള്ള കുറേ ഈ സാമ്പലൊക്കെ, ചെറിയുള്ളിയുടെ ഒരു പിക്കിള് പോലത്തെ സാധനമൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ റോട്ടി, പൊറോട്ടയൊക്കെ പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ, ഇന്ത്യൻ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. അവരുടെ പൊറോട്ടയും നാനൊന്നും വല്ലാതെ നന്നായിട്ടില്ല. പിന്നെ പച്ച വെണ്ടയ്ക്കയൊക്കെ പോലെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറേ വെജീസ് അങ്ങനെയുണ്ട്. പിന്നെ ഓയിസ്റ്റർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ഡ്രൈഡ് ആയിട്ടുള്ള ബനാനയും കുറച്ച് വെജീസും കുറച്ച് യോഗേർട്ട്സും, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, നല്ല ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്ന് വിൻവണ്ടറിൽ പോകാനായിട്ടോ പരിപാടി. പിന്നെ കൂൾ മിൽക്കും ഹോട്ട് മിൽക്കും കുറേ ഫ്രഷ് ജ്യൂസുകളൊക്കെ ആയിട്ടുള്ള കുറേ കൗണ്ടേഴ്സ് ഉണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഒരു ചിക്കൻ കറിയും വെജ് കറിയും, അങ്ങനെ കുറച്ച് നോർമൽ ഇന്ത്യൻ ടൈപ്പൊക്കെ കേട്ടോ, ഒരു ഇന്ത്യൻ ഏഷ്യൻ ഫുഡൊക്കെ കേട്ടോ. കുറച്ച് ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയും ഒക്കെ ഉണ്ട്. അതിന് വേണ്ടി വേണമെങ്കിൽ പാസ്തയുണ്ട്, സ്പാഗറ്റിയും പാസ്തയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണെന്ന് തന്നെ പറയാൻ പറ്റില്ല. പിന്നെ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് വിൻവണ്ടറിലേക്ക് പോകാൻ. ഈ ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള വിൻബസ് എന്ന് പറഞ്ഞ ബസ് ഉണ്ട് കേട്ടോ, ഫ്രീ ഷട്ടിൽ സർവീസ് ഉണ്ട്. അപ്പോൾ അതിൽ വേണമെങ്കിൽ പോവാം. പിന്നെ തുക്ക് എടുത്ത് പോകണമെങ്കിൽ പോവാം. ഒരു 3 കിലോമീറ്റേഴ്സൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ ഡിസ്റ്റൻസ്. ഇഷ്ടംപോലെ ഐസ് ക്യൂബ്സും വെച്ചിട്ടുണ്ട് കേട്ടോ. ജ്യൂസിലും കോഫിയിലും ടീയിലും ഒക്കെ ആൾക്കാർ കോൾഡ് കോഫിയും ഐസ് ടീ ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഒരുപാട് ടൈപ്പായിട്ടുള്ള നൂഡിൽസ് ഉണ്ടാക്കി തരുന്ന നൂഡിൽ കൗണ്ടർ. ഇവരുടെ ഈ ബീഫ് നൂഡിൽസ് കേട്ടോ, സൂപ്പി നൂഡിൽസ് ഭയങ്കര ഫേമസ് ആണ് വിയറ്റ്നാമിൽ. നമ്മൾക്ക് ഈ ചെറിയ സ്റ്റോളുകളിലൊക്കെ പോയാൽ ഇഷ്ടംപോലെ കാണാൻ ആൾക്കാർ ഇങ്ങനെ നൂഡിൽസ് സൂപ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കോഫി കൗണ്ടറും എഗ് സ്റ്റേഷനൊക്കെ, ലൈവായിട്ടുള്ള എഗ് സ്റ്റേഷനൊക്കെ ഉണ്ട്. പല വെറൈറ്റി ആയിട്ടുള്ള അവർ എഗ്ഗ് നമുക്ക് വെജീസ് ഇട്ടിട്ടോ ഇടാതെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി തരും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ വിൻബസ്സിൽ കയറിയിട്ട് വിൻവണ്ടറിൽ പോവാണ്. അപ്പോൾ വിൻവണ്ടർ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ